അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ ഷമീറിൻ്റെ ഉമ്മ കഥ പറയുകയാണ്. ഉസ്താദിൻ്റെ കഥ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു നൂറക്ക് ആഗ്രഹം എന്നുള്ളത്. അത് ഉസ്താദിനോട് നൂറ ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒരുപാട് കമൻസുകൾ ഇട്ടിട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. റബ്ബേ, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെ, പലരും പറഞ്ഞു ഉസ്താദിൻ്റെ ഉമ്മയെ ഒന്ന് കാണണമെന്ന് മരുമകളായ നൂറക്ക് ആഗ്രഹമുണ്ട് എന്നതാണെന്ന്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു, അതെ ഉസ്താദേ, പകൽ മാത്രമല്ലേ നിങ്ങൾ എൻ്റെ കൂടെ കഴിയുന്നുള്ളൂ, ഒരു രാത്രിയെങ്കിലും എനിക്ക് സമ്മാനിച്ചൂടെ എന്നായി പലരുടെയും കമൻറ്റുകൾ. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ, ഈ രണ്ട് കാര്യവും പറയുവാൻ വേണ്ടിയിട്ട് അവൾ വിചാരിച്ചതാണ് കേട്ടോ. എന്നാൽ ആദ്യമായി അവൾ പറയുന്ന കാര്യം ഇതാണ്. അവൾക്ക് രണ്ടും ആവശ്യമുണ്ട്. ഉമ്മയെ കാണണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാരണം അത്രക്കും പണ്ഡിതനായ ആ ഒരു പൊന്നുമോനെ പെറ്റ, അതെ അത്രക്കും സുന്ദരനായ സുമുഖനായ, അതെ ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ആ ഒരു യുവാവിനെ പ്രസവിച്ച ആ ഒരു ഉമ്മയെ കാണുവാൻ നൂറക്ക് അതിയായ ആഗ്രഹമുണ്ട്. അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രസവിച്ച ആ ഉമ്മയുടെ അരികിലേക്കൊന്ന് എത്തണം, ആ പൂമുഖം ഒന്ന് കാണണം, അതവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അത് തന്നിൽ നിന്ന് അകന്നു പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെമ്പലാണ്, ഒരു വിങ്ങലാണ്. അതെ, ഒരു രാത്രിയെങ്കിലും എൻ്റെ ഉസ്താദിനെ ഒന്ന് എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു പോകുന്നു. അത് ഗർഭിണിയായതിനു ശേഷമാണ് അവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കുഞ്ഞ് തൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്. അല്ലാ, ഒരു നിമിഷം അവൾ കൊതിച്ചു പോകുകയാണ്. റബ്ബേ, ഒരു രാത്രിയെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. നൂറ, നീ പറഞ്ഞില്ലല്ലോ. എന്താ നൂറ, നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയാത്തത്? അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് അങ്ങ് ഒരു രാത്രിയെങ്കിലും എന്നോടൊപ്പം അങ്ങേക്കൊന്ന് കഴിച്ചു കൂട്ടിക്കൂടെ? ഒരു നിമിഷം ഉസ്താദ് എന്തോ ഒരു ആലോചനയിലായി. നൂറ, അതെ, ആഗ്രഹമില്ലായിട്ടല്ല, കടലോളം ആഗ്രഹമുണ്ട്, ഒത്തിരി ഒത്തിരി ആഗ്രഹമുണ്ട്. അതെ, എൻ്റെ പെണ്ണിൻ്റെ കൂടെ എനിക്ക് കഴിയാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതെ, തണുപ്പുള്ള ആ രാത്രികളിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പലതവണ എൻ്റെ പെണ്ണിനെ ഞാൻ സ്വപ്നം കാണാറുണ്ട്, ചേർത്ത് പിടിക്കണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യും, രാത്രി നമുക്ക് അനുവദിച്ചില്ലല്ലോ പെണ്ണെ. എത്രയൊക്കെ തന്നെ പകല് എൻ്റെ ഭാര്യയോടൊപ്പം എനിക്ക് കഴിയാൻ ഭാഗ്യമുണ്ടായാലും, പക്ഷേ ഒരു രാത്രി അതൊരു മഹത്തായ രാത്രിയായിരിക്കും. അതെ, ഒത്തിരി ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ അറിയാലോ പെണ്ണെ, നമ്മുടെ അവസ്ഥ എന്താ? ഒരിക്കൽ പോലും എൻ്റെ ഉമ്മയെ വിഷമിപ്പിക്കരുത്, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഉമ്മയുടെ ഇഷ്ടമല്ലാതെ ഒരു കാര്യം ഞാൻ ചെയ്യില്ലെന്ന് ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടൊക്കെ വിചാരിച്ചതാണ്. എൻ്റെ ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എൻ്റെ അമ്മാവൻ്റെ കട്ട സപ്പോർട്ടും എല്ലാം കൊണ്ടുമാണ് ഇങ്ങനൊരു വിവാഹം തന്നെ സെറ്റായത്. അതെ, എൻ്റെ മാമൻ്റെ ഈ ആഗ്രഹമായിരുന്നു, നമുക്ക് വംശപാരമ്പര്യം നിലനിർത്തേണ്ടേ മോനെ. അതെ, നിൻ്റെ പിതാവിൻ്റെ ആ ഒരു പാരമ്പര്യം അത് നീ നിലനിർത്തി. അതെ, നിനക്കും ഒരു അവകാശം ഉണ്ടെങ്കിലല്ലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ദീനിൻ്റെ മാർഗത്തിൽ അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അമ്മാവൻ്റെ ആ ഒരു വാക്ക്, അതെ അതായിരുന്നു. പിന്നെ ആഗ്രഹമുണ്ട് മനസ്സിൽ ഒത്തിരി ഒത്തിരി. ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ഏതൊരു യുവാവിൻ്റെയും സ്വപ്നമാണ്. ഒരു പ്രായമായി കഴിയുമ്പോൾ പടച്ചിറപ്പ് നമുക്ക് നമ്മുടെ ഹോർമോണും കാര്യങ്ങളും അതൊക്കെ അങ്ങനെ ആയിത്തരും. അതെ, നമ്മുടെ ഹോർമോൺ മാറ്റങ്ങൾ അത് ശരിക്കും ഒരു എതിർലിംഗത്തിനോട് നമുക്ക് തോന്നിപ്പോകും. അതെ, എന്തൊക്കെ തന്നെയല്ല, എൻ്റെ അമ്മാവൻ എനിക്ക് സമയത്തിന് ഇടപെട്ടത് കൊണ്ടും ഒക്കെ, എൻ്റെ ക്ലാസ് കേട്ടിട്ട് നീ എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടും എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ റാഹത്തോടു കൂടെ നമ്മളെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല പൊന്നെ, ഉമ്മ അറിഞ്ഞില്ലടേ. അതെ, ഉമ്മയെ അറിയിക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കും.
ഉമ്മാക്കൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യം ഉമ്മയോടൊന്ന് തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഉമ്മ സന്തോഷിക്കായിരിക്കും അല്ലേ? ഏതൊരു ഉമ്മമാരും ആഗ്രഹിക്കുന്നതല്ലേ തൻ്റെ മകൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് എന്നൊക്കെ കേൾക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും. അത് ഏത് ഉമ്മമാരും ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ഉമ്മയോട് പലവട്ടം ഞാനത് പറയാൻ വേണ്ടി നിൽക്കും. അതെ, ഉമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ, അതെ, ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോൾ, ഉമ്മ എൻ്റെ മുടിയിൽ ഇങ്ങനെ തലോടുമ്പോൾ, മോനെ ഉമ്മാൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ ഓരോ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ പറയട്ടെ എന്ന് വിചാരിക്കും. ഉമ്മാക്ക് ഇഷ്ടമല്ലേ ഒരു പേരക്കുട്ടിനെ അല്ലേ? ഉമ്മ നമുക്കൊരു കുട്ടി ഉണ്ടായി എത്ര രസമായിരിക്കില്ലേ എന്ന് പറയട്ടെ എന്ന് വിചാരിക്കും. പിന്നെ ഉമ്മാക്ക് വല്ല ഡൗട്ടും തോന്നിക്കഴിഞ്ഞാലെന്ന് കരുതിയിട്ട് ഞാനത് വല്ലാതെ പറയാറില്ല. പിന്നെ സത്യമായിട്ടും നിന്നെക്കുറിച്ച് പറയണം. ഉമ്മാക്കൊരു മരുമകളെ വേണ്ടേ? ഉമ്മാക്കൊരു മോള് വേണ്ടേ? മോളെപ്പോലെ സ്നേഹിക്കുന്ന മരുമകളെ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിപ്പോകും. പക്ഷേ അത് മനസ്സിലങ്ങോട്ട് വെക്കും. എൻ്റെ പെണ്ണെ, ഒത്തിരി ആഗ്രഹമുണ്ടടി ഇക്കാക്ക് ഇതെല്ലാം ഉമ്മയോട് തുറന്നു പറയാൻ. പക്ഷേ അത് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എനിക്കറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം തരും. അന്ന് എൻ്റെ ഉമ്മയുടെ മുൻപിലേക്ക് എൻ്റെ മക്കളെ കാണിച്ചു കൊടുക്കുന്നൊരു ദിവസം എനിക്ക് വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണത്, ഉമ്മയുടെ മനസ്സൊക്കെ ഒന്ന് മാറാൻ. ഇക്ക, സത്യമായിട്ടും ആ ഉമ്മയെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എനിക്ക്. അത് എനിക്കൊന്ന് കാണാൻ എൻ്റെ ചാൻസ് ഒപ്പിച്ചു തരുമോ? ആ ഉമ്മയെ കാണാൻ കൊതിയായിട്ടാണ് എനിക്ക്. എൻ്റെ ബീവി, ഞാൻ പറഞ്ഞല്ലോ അതൊക്കെയാണ് സംഭവം. എൻ്റെ ഉമ്മ, അതെ, അതെൻ്റെ സ്വപ്നമാണ്. ഉമ്മക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ഉമ്മ വിഷമിക്കാൻ പാടില്ലല്ലോ. ഉമ്മ വിഷമിക്കാൻ പാടില്ല. ഉമ്മ എനിക്കെതിരെ ദുആ ചെയ്താൽ പിന്നെ എന്താ ഇതൊക്കെ? ഇൻഷാ അല്ലാഹ് സമയമുണ്ടാവും കേട്ടോ. അങ്ങനെ അന്നും പ്രിയപ്പെട്ട തൻ്റെ ഭർത്താവ് അത് യാത്ര പറയുന്നത് നൂർജഹാൻ നോക്കി നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൾ ഒരുപാട് ആഗ്രഹിച്ചു, അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെങ്കിലും എൻ്റെ കൂടെ ഒന്ന് നിന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷേ വേണ്ട. അതെ, ആ പൊന്നുമോനെ പെറ്റു വളർത്തി ഉണ്ടാക്കിയ ഉമ്മയുണ്ട്. ആ ഉമ്മ വിഷമിക്കാൻ പാടില്ലല്ലോ. അല്ലാ റബ്ബേ, പൊയ്ക്കോട്ടെ അവർ. എന്നാലും അൽഹംദുലില്ലാ, ഞാൻ ആഗ്രഹിച്ച സുന്ദരനായ സ്വാലിഹായ പണ്ഡിതനായ ആ ഒരു ഉസ്താദിനെ എനിക്ക് കിട്ടിയല്ലോ. അൽഹംദുലില്ലാ. പകലെങ്കിലും പകല് അതെൻ്റെ സ്വന്തമാണ്. അത് എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയാണ്. അത് അൽഹംദുലില്ലാ. അവൾ ദിക്റും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ടിരുന്നു. പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അന്നും യാത്ര പറഞ്ഞു. രാത്രിയാകുമ്പോൾ വളരെ കൊതിയാകും. തൻ്റെ തൊട്ടരികിൽ തൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു പോകും. അതെ ഇക്ക എന്ന് പലതവണ വിളിച്ച് ഒന്ന് കെട്ടിപ്പുണരാൻ ശ്രമിക്കും. പക്ഷേ പിന്നീടായിരിക്കും യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അല്ലാ റബ്ബേ, എൻ്റെ പ്രിയതമൻ ഇവിടെ ഇല്ലല്ലോ എന്നുള്ളത്. എങ്കിലും പ്രതീക്ഷയുണ്ട്. അല്ലാ, നാളെ എത്തുമല്ലോ. അതെ, ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്തും, അതുറപ്പാണ്. ആ ഒരു പ്രതീക്ഷയിൽ അവൾ ഓരോ പകലും മനോഹരമാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അത് രാത്രി കാലങ്ങളിൽ കൂടുതലായിട്ടും അവൾ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടും. എന്നാൽ പകല് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊത്ത് സുഖസുന്ദരമായി അവൾ ജീവിക്കും. അതെ, തൻ്റെ കുഞ്ഞിനെ, ഗർഭം ചുമന്ന കുഞ്ഞിനെ തലോടിക്കൊണ്ട്. എന്നാൽ അന്ന് അതാ അമ്മാവൻ വരുന്നു വീട്ടിലേക്ക്. രാത്രിയായിട്ടുണ്ട്. മോനെ, ആ അമ്മാവ വരി. മോനെ ആരാടാ? മാമനാണ്, വരി. ശരി. മാമൻ, എന്താ മോനെ ഈ സമയത്ത് വന്നത്? അല്ലേ, ഞാൻ മുനവ്വറൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. രാത്രിയല്ലേ അവനെ കാണാൻ പറ്റുള്ളൂ, പകല്. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടി. റബ്ബേ, മാമന് മറന്നെങ്ങാനും പറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചു. മാമ നിങ്ങൾ, അതെ മോനെ, ഞാൻ രാത്രി വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. നീ രാത്രിയിൽ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ? മാമനൊരു ചെറുപുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. ഇരിക്കേ. ആ മോനെ ഇരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ട്? അല്ല താത്ത, അല്ല പെങ്ങളെ, നമുക്ക് മോനെ കൊണ്ടൊന്ന് കെട്ടിക്കണ്ടേ? അറിയാത്ത രീതിയിൽ പറഞ്ഞു. എന്നാൽ ആ ഉമ്മ പറഞ്ഞു, മോനെ അത് കെട്ടിക്കണം, കുറച്ചും കൂടി കഴിയട്ടെ. എൻ്റെ കുട്ടി ഇപ്പോൾ ചെറുതാണ്, എൻ്റെ കുട്ടി ആയിട്ടില്ല കെട്ടാനൊന്നും, കുറച്ചും കൂടി കഴിയട്ടെ, അപ്പം ഞാൻ പറയണ്ട്. പിന്നെ എൻ്റെ കുട്ടി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ
അവൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങൂലേ മോനെ. ഉമ്മ ഒരു നിമിഷം മോൻ വിളിച്ചു പോയി. എന്നാൽ ആ നിമിഷം തന്നെ അതാ അമ്മാവൻ കൈവച്ചു ചുണ്ടത്ത്. നോ പറയണ്ടെന്ന് പറഞ്ഞ്. ഇൻഷാ അല്ലാ പറ്റിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് പറയണ്ട്. മോനെ ആയിക്കോട്ടെ കൊണ്ടുവരേണ്ടി, ഇപ്പോഴൊന്നല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. പിന്നെ ഉസ്താദിൻ്റെ ക്ലാസ് കേൾക്കുന്ന ആരൊക്കെയുണ്ട്, അവർ ഫാമിലി ഉസ്താദിൻ്റെ വീട് കാണാൻ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യപ്പെട്ട ആളുകളാണേ, ഒന്ന് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് അവർ ഇനിയിപ്പോൾ ഉമ്മയുടെ സമ്മതം ഉണ്ടെങ്കിൽ അതിനെന്താ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എൻ്റെ കുട്ടി പഠിപ്പിക്കണവരാണോ? അതെ ഉമ്മ. ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, മാമൻ എന്താണ് ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്? എനിക്കറിയുന്നില്ല. അതെ, മാമന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, നൂർജഹാനെ ഈ വീടൊന്ന് കാണിക്കണം. അതെ, നൂർജഹാനെയും വീട്ടുകാരെയും ഇവിടെ ഒന്ന് കാണിക്കണം, ഉമ്മയെ ഒന്ന് കാണിക്കണം എന്നുള്ളത്. എന്തായാലും നൂർജഹാനെ കാണുമ്പോൾ ഉമ്മാക്ക് ഇഷ്ടപ്പെടാതിരിക്കൂല. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല. എന്തായാലും ഉസ്താദിനോട് ഈ ഒരു കാര്യം പറയുന്നു. മോനെ മുനവ്വിർ, ഞാൻ ഉമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, മാമൻ നിങ്ങളെങ്ങനെ ഇത്ര പെട്ടെന്ന്? അതൊക്കെയുണ്ട്. എൻ്റെ പെങ്ങളെന്ന് വെച്ചാൽ അത്രക്കും എനിക്കറിയാം ഓളെ മനസ്സ്. പക്ഷെ നിനക്ക് വല്ലതും സംഭവിക്കുകയോ കല്യാണം കഴിച്ചാൽ നീ പെങ്ങളെ വിട്ട് പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയാണ് അവർക്ക്, അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല. പൊന്നു മോൻ അത്രയും കരുതലോടെയല്ലേ വളർത്തുന്നത്. എൻ്റെ കുട്ടി തെറ്റൊക്കെ ചെയ്യുമോ അങ്ങനെ എന്തൊക്കെയോ ഒരു തോന്നലാണ്. അങ്ങനെ എന്തായാലും പിറ്റേ ദിവസം അതാ തൻ്റെ പ്രിയപ്പെട്ട നൂർജഹാൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പെണ്ണ് പ്രതീക്ഷയോടെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ആ നിമിഷം പറഞ്ഞു, എൻ്റെ നൂർമോളെ, അത് വീട്ടിലേക്ക് പോകുവാനുള്ള കാര്യമെല്ലാം സെറ്റ്. അല്ല, അതെങ്ങനെ അറിയില്ല. എൻ്റെ മാമൻ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ രാത്രി കടന്നു വന്നിരുന്നു. മാഷാ അല്ലാ, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപാട്. അതെ, നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയും നിൻ്റെ അനിയത്തിയും ആങ്ങളെയും എല്ലാവരും കൂടിയാണ് നമ്മൾ പോകുന്നത്. ആണോ? മാഷാ അല്ലാ. തൻ്റെ പ്രിയപ്പെട്ട നൂർജഹാനെ ഉസ്താദ് കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബിച്ചു. എൻ്റെ പെണ്ണെ, അതെ, ആ വീട്ടിലേക്ക്, എൻ്റെ റൂമിലേക്ക് നീ കടന്നു വരുന്ന ദിവസം ഞാൻ കാത്തിരിക്കുകയാണ്. അതെ, അതൊരു സന്തോഷമല്ലേ? ഞാനൊന്നും ഈ ഭാര്യ വീട്ടിൽ ചെന്ന് വന്നിരിക്കുമ്പോഴേ അതൊരു മോശമല്ലേ മോളെ? ഞാൻ അങ്ങനെയൊന്നുമില്ല, അവർക്കൊക്കെ അറിയാലോ. അല്ല, എന്നാലും എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, എൻ്റെ മണിയറക്കുള്ളിലേക്ക് നീ കടന്നു വരുന്ന ആ ദിവസം ഞാൻ കാത്തിരിക്കുകയാണ് പെണ്ണെ. ഇന്ന് രാത്രി ഞാൻ നേരത്തെ പോട്ടോ ഉമ്മൻ്റെ അടുത്തേക്ക്. നിങ്ങളെല്ലാവരും വരും, കൂടെ എൻ്റെ അമ്മാവനും. സത്യം പറഞ്ഞാൽ അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വീടും പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രസവിച്ച ആ ഉമ്മയെയും കാണുവാൻ ഒത്തിരി കൊതിയായി. അതെ, ഒരുപാട് കൊതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാഷാ അല്ലാ, ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും എനിക്കതിനുള്ള ഭാഗ്യമുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നും അവർ ഒന്നായി തീർന്നു. അതെ, അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞു. അന്നവൾക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വീട് കാണാൻ പോവാണ്. ആ വീട്ടിലേക്ക് പോവാണ്. ആദ്യമായിട്ട്, ഇതുവരെ കണ്ടിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുമില്ല. റബ്ബേ, അന്നവൾക്ക് വല്ലാത്ത സന്തോഷം. അന്ന് ഉസ്താദ് അതാ തിരിച്ചു പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കി അവൾ ഒരുപാട് ശുക്ർ പറഞ്ഞു. അതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്കതിനുള്ള ഭാഗ്യം തരുന്നുണ്ടല്ലോ. ഇൻഷാ അല്ലാ വൈകാതെ വീട്ടിലേക്ക് കൂട്ടണം. പക്ഷേ ഉമ്മയുടെ മനസ്സൊക്കെ ഒന്ന് റെഡിയാക്കി അതിന് അല്പം സമയം എടുക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ അതാ ഉസ്താദ് പോയി. അന്ന് മഗ്‌രിബിന് ശേഷം അതാ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ നൂർജഹാനും ഉമ്മയും ഉപ്പയും ഫാമിലിയും കൂടി പോവുകയാണ്. അവരെ കൊണ്ടുപോകാൻ അതാ മാമന് വരികയും ചെയ്തു. അങ്ങനെ അതാ ഉസ്താദിൻ്റെ വീട്ടിൽ ചെറിയൊരു സൽക്കാരം ഒരുക്കിയിരുന്നു. അതെ, എൻ്റെ മോൻ്റെ വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ ജോലിക്ക് വരുന്ന ആ ഒരു താത്തയോടും പറഞ്ഞു, എൻ്റെ മോൻ പഠിപ്പിക്കുന്ന കുട്ടിയും അതുപോലെ അവരൊക്കെ വരുന്നുണ്ട്, അവരെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. മോൻ്റെ പള്ളിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവമൊക്കെ. അപ്പം ഇന്നേ ഒരു ചെറിയ സൽക്കാരാണ്. അങ്ങനെ അവിടെ വിഭവങ്ങളെല്ലാം ഒരുക്കി തുടങ്ങി.
എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതാ ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അവർ വന്നു. ഉമ്മ ആകാംക്ഷയോടെ സന്തോഷത്തോടെ അവരെ നോക്കി. എന്നാൽ മരുമകൾ ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു പെൺകുട്ടി വന്ന് ഉമ്മയുടെ കൈകൾ പിടിച്ചു. അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് അതാ ശരിക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള അവളുടെ ആ ഹിജാബ് പതുക്കെ പൊന്തിച്ചു. മോളെ ഇരിക്കേ. അല്ലാ, അപ്പോഴേക്കും ഉമ്മയും സലാം ചൊല്ലി. എല്ലാവരും ഇരിക്കട്ടോ. മാഷാ അല്ലാ. ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖം കണ്ടപ്പോൾ നൂർജഹാന് വല്ലാത്ത സങ്കടം തോന്നി. അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കണം എന്ന് തോന്നി. അതെ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മ, അതെ ശരിക്കും അതേ ആ ചായ എടുത്തു വച്ചിരിക്കുന്നു. അല്ലാ, ആ ഉമ്മ എത്ര സുന്ദരിയാണ്. അതെ, ഒരിക്കൽ പോലും അവരെ പുറത്ത് കണ്ടിട്ടില്ല. സ്നേഹത്തോടെ ഉമ്മ അവരെയെല്ലാം സ്വീകരിച്ചിരുത്തി എല്ലാവർക്കും ഭക്ഷണം നൽകി. എന്നാൽ നമ്മുടെ ഉസ്താദ് ഒരു നിമിഷം അതുവഴി പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ മോൻ അതിലേ പോകല്ലേ, അവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട്. മോനെ, എൻ്റെ മോൻ പോകല്ലേ അതിലെ. എന്നാൽ അതെ, ആ മോൻക്കറിയാമായിരുന്നു എൻ്റെ ഉമ്മാക്കത് ഇഷ്ടമല്ല എന്ന്. എൻ്റെ മോൻ ഇതിലേ പോ, ഇതുവഴി പോ, അതുവഴി പോയാൽ അവർക്കതൊരു ബുദ്ധിമുട്ടാകും മോനെ. അതെ, സ്വന്തം ഭാര്യയാണ് ആ റൂമിലിരിക്കുന്നത് എന്നുള്ളത് ആ ഉമ്മക്കറിയില്ലല്ലോ. ഉമ്മയുടെ ഇഷ്ടത്തിന് തന്നെ ആണോ ഉമ്മ, ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, അപ്പുറം വഴി പോകാം. മോൻ ഇവർക്കൊക്കെ ക്ലാസ് എടുക്കാറുണ്ടോ? അതേ ഉമ്മ, അവിടെയുള്ളവർക്കെല്ലാം ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. മാഷാ അല്ലാ. എൻ്റെ കുട്ടിയെ, ഉമ്മക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, അത് പിന്നെ. അങ്ങനെ എല്ലാവരെയും സ്നേഹത്തോടെ ഉമ്മ സ്വീകരിച്ചിരുത്തി ഭക്ഷണമെല്ലാം കഴിച്ച് റാഹത്തോടെ സംസാരിച്ച് എല്ലാവരും പിരിയുകയാണ്. എന്നാൽ തൻ്റെ നൂർജഹാൻ തൻ്റെ റൂമിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോൾ, അതാ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിച്ചു. ഒരു നിമിഷം നൂറു എന്ന് വിളിക്കണമെന്ന്, ഒന്നുറക്കെ വിളിച്ച് കരയണമെന്ന് തോന്നി. അത് അവൾ ഇറങ്ങിപ്പോകുമ്പോൾ ഉസ്താദിൻ്റെ ഹൃദയം വല്ലാതെ അങ്ങ് പിടച്ചിരുന്നു. അല്ലാ റഹ്മാനെ, ആ രാത്രിയിൽ ഉസ്താദിന് ഉറക്കം വന്നില്ല, കഴിഞ്ഞില്ല ഉസ്താദിന്. ഉസ്താദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്നാൽ അന്ന് ഉമ്മ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മോനെ പറഞ്ഞു, പൊന്നു മോനെ, മോനോട് പറഞ്ഞു, മോനെ ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നടത്താനുണ്ട്, പക്ഷേ അതിനായിട്ടില്ല, ഉമ്മ പറയാൻ കേട്ടോ എന്ന് പറയുകയായിരുന്നു. ഒരു നിമിഷം കൊതിച്ചു പോയി. എൻ്റെ ഉമ്മ ആ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ നൂർജഹാനെ ഇങ്ങോട്ട് കൈ പിടിച്ച് കയറ്റിക്കൊണ്ടുവരുമായിരുന്നു എന്നുള്ളത്. എന്നാൽ ഉമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അവനെല്ലാം സഹിച്ചു നിന്നു. പൊന്നു മോനെ, നാളെ നമുക്കൊരിടം വരെ പോകാനുണ്ട് കേട്ടോ. പിന്നെ നാളെ ക്ലാസ്സിനൊന്നും പോകണ്ട കേട്ടോ. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിത്തരിച്ചു. റബ്ബേ, എന്താ റബ്ബേ, നാളെ എൻ്റെ നൂറിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റൂലേ എനിക്ക്? പഠിച്ചോനെ. മോനെ, നാളെ നമ്മൾ പോയിട്ട് എന്തായാലും രാത്രി എത്തഞ്ഞ് ക്ലാസ്സിനൊന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ. ഉമ്മയുടെ ആ വാക്ക് കേട്ട ഉസ്താദിന് ഉറക്കം വന്നില്ല. ഉസ്താദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എങ്ങനെ നോക്കിയാലും തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ മുഖം, അത് അവളെ വാരി പുണർന്ന് ചുംബിക്കാൻ തോന്നാണ്. റബ്ബേ, എന്താ റബ്ബേ ഞാൻ ചെയ്യുക, എനിക്കറിയുന്നില്ലല്ലോ. ആ രാത്രി ഉസ്താദിന് ഉറക്കം വന്നില്ല. ഉസ്താദ് ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് കിടന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട നൂർജഹാൻ്റെ മുഖം ഉസ്താദിൻ്റെ നെഞ്ചിലേക്ക് അത് കടന്നു വരികയാണ്. ഹൃദയത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന അവളുടെ മനോഹരമായ മുഖം ഉസ്താദ് വല്ലാതെ അങ്ങ് കൊതിച്ചു പോവുകയാണ്. ഉസ്താദിന് നല്ല നിരാശയായിരുന്നു. റബ്ബേ, നാളെ അവളുടെ അരികിലേക്ക് പോകാൻ പറ്റില്ല, പിന്നെ ഇനി മറ്റന്നാളായിട്ട് വേണം റബ്ബേ. അതും ഉമ്മ എന്തോ സിയാറത്ത് ടൂർ എന്തോ പറയുന്നുണ്ട്, അതിൽ 2-3 ദിവസം പിടിക്കുകയാണെങ്കിലോ? അല്ലാ, സഹിക്കാൻ കഴിയണില്ലല്ലോ. എന്ത് ചെയ്യും? തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോടൊന്ന് പറയാൻ പോലും കഴിയില്ലല്ലോ. മാമന് കണ്ടെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ്, അല്ലാതെ എന്ത് ചെയ്യാൻ അറിയുന്നില്ല. അല്ലാ, ഉസ്താദിന് ഉറക്കം വരുന്നില്ല. എന്തായിത്തീരും ഇനി 2 ദിവസം നൂർജഹാൻ്റെ അരികിലേക്ക് ഉസ്താദ് പോകാതിരുന്നാൽ? അവൾ വിഷമിക്കില്ലേ? പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പോലെ അല്ല കേട്ടോ, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ
ആ സംഭവമേ ഇല്ല. പിന്നെ ലാൻഡ് ഫോൺ അത് വല്ലവരുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവരുടെയും വീട്ടിലില്ല. മൊബൈൽ ഫോൺ എന്നുള്ള സംഭവമൊന്നുമില്ല. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ എത്തി എന്നുള്ള വിവരം അറിയണമെങ്കിൽ കത്തയക്കണം അല്ലേ? 15 ദിവസം പിടിക്കും, 1 മാസം പിടിക്കും. അതെ, നമ്മളെ മക്കൾ, ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം കേട്ടോ. എൻ്റെ ഉമ്മ ഗർഭം ചുമന്നതിന് ശേഷം ആണ് എൻ്റെ ഉപ്പ ഗൾഫിലേക്ക് പോകുന്നത്. എൻ്റെ ഉപ്പ ഗൾഫിലേക്ക് പോയിട്ട് 15 ദിവസം 1 മാസം കഴിഞ്ഞതിന് ശേഷമാണല്ലോ എത്തി എന്നുള്ള വിവരം കത്ത് വരിക. പിന്നെ ഏകദേശം 8 മാസത്തോളം ഒക്കെ കത്ത് ആയിരിക്കും. പിന്നെ എന്നെ പ്രസവിച്ചു എന്നുള്ളത് പറയാൻ വേണ്ടി കത്തിലൂടെയായിരുന്നു അന്ന് അറിയിച്ചു തരുന്നത്. അന്ന് കമ്പി അടിക്കാന പരിപാടിയൊക്കെ ഉണ്ട്. അതിന് എന്തോ അറിയില്ല, കത്തായിരുന്നു. ഞാൻ ജനിച്ചൊരു 10-15 ദിവസമായപ്പോഴൊക്കെയാണ് അതുകൊണ്ട് ഉപ്പ അറിയണത്. അതെ, എനിക്കൊരു കുഞ്ഞ് പിറന്നിരിക്കുന്നു എന്നുള്ള കാര്യം അല്ലേ. അന്നെനിക്ക് എൻ്റെ ഉപ്പ പേരിട്ടോ, സൽവ എന്ന്. അതായത് 2 പേര് കണ്ടുവച്ചിരുന്നല്ലോ, സൽവ എന്നും സബീൽ എന്നും. അത് ആൺകുട്ടിയാണെങ്കിൽ സബീലും പെണ്ണാണെങ്കിൽ അലൈക്കുമ്മന്ന വസ്സൽവ എന്ന് പറഞ്ഞ ഖുർആനിലെ അതില്ലേ, ആ പേരാണ് എൻ്റെ പേര്. അത് ഉപ്പാൻ്റെ അറബി കുട്ടിയുടെ പേരായിരുന്നു സൽവ എന്നുള്ളത്. ഉപ്പാക്ക് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ആ പേര് എനിക്ക് ഇട്ടത്. അപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ അന്നത്തെ കാലത്തെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത്, ഒരിക്കലും ഇപ്പോഴല്ല. അപ്പോൾ പിന്നെ നമ്മൾ മക്കളൊക്കെ ജനിച്ച് 15ാമത്തെ ദിവസമൊക്കെയാണ് അറിയാം എനിക്ക് കുഞ്ഞ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ. എന്തായാലും എൻ്റെ ഉപ്പാൻ്റെ ആദ്യത്തെ കൺമണിയാണ് കേട്ടോ ഞാൻ. ഉപ്പാക്ക് അതറിഞ്ഞപ്പോഴത്തെ ഏതൊരു ഉപ്പമാർക്കായാലും ഉപ്പാർക്കായാലും റബ്ബേ എനിക്കൊരു കുഞ്ഞ് പിറന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം സന്തോഷമല്ലേ. എന്തൊക്കെ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിനെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എന്തൊക്കെ തന്നെയാലും നമുക്ക് നമ്മുടെ കഥ ബാക്കി കേൾക്കാം കേട്ടോ. ഷെഫി ഉസ്താദിൻ്റെ കഥ തീർന്നിട്ടില്ല. ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, സഹറ ബത്തൂലിന് വിശേഷങ്ങളൊക്കെ ഉണ്ടാകണ്ടേ. മാഷാ അല്ലാഹ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കമൻറ്റ് എഴുതണം കേട്ടോ. കമൻറ്റ് എഴുതണൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഈ കഥ കേൾക്കണില്ല കേട്ടോ. കഥ മാറിയതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. ഒരു ഉമ്മയെ ബഹുമാനിച്ച് ഉമ്മയെ അത്രയ്ക്കും വേദനിപ്പിക്കാത്തൊരു മകൻ്റെ ഒരു കഥയാണിത്. കഥയല്ല, ചരിത്ര സംഭവം കേട്ടോ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാവിനൊക്കെ ഒരു ശക്തി കൊടുത്തിട്ടുണ്ട്. അതെ, ഒരിക്കൽ പോലും ഉമ്മയെ വേദനിപ്പിക്കാതെ ഉമ്മയുടെ പ്രാർത്ഥന മാത്രമാണ് ആ ഒരു പൊന്നുമോനുണ്ടായത്. ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല, ഒരിക്കലും വിഷമിപ്പിച്ചിട്ടില്ല. വിവാഹം കഴിക്കൽ നിർബന്ധമാണ് നമുക്ക്, എങ്കിൽ പോലും ഉമ്മ അറിയാതെ. ഇനി അടുത്ത ഭാഗം നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. ഇനി എന്തായിരിക്കും എന്നുള്ളത്. ഇനി ഉമ്മ അതിൻ്റെ ഇടയിൽ അറിയുമോ, അതിനിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ, നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.